ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സമൂസയാണ്. ആദ്യം നമുക്ക് സമൂസയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി എല്ലില്ലാത്ത ചിക്കൻ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ കഷ്ണങ്ങളായി എടുക്കുക. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് പുരട്ടി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നേരത്തെ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാളയിലേക്ക് അല്പം ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുക്കുന്ന നേരം ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. നല്ലതുപോലെ പേസ്റ്റ് ആകാതെ ശ്രദ്ധിക്കണേ. എങ്കിൽ മാത്രമേ സമൂസ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ വഴറ്റാനിട്ടുന്ന സവാള വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെയെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിനെയെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ സമൂസയ്ക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസയുടെ ഷീറ്റ് മടക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് നിറച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമൂസകൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് സ്വീറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ്. എണ്ണക്കടികൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല തിളച്ച എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കണേ. എങ്കിൽ മാത്രമേ സ്നാക്സ് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ. എല്ലാവരും ഈ നോമ്പ് കാലത്ത് സമൂസ ഉണ്ടാക്കുമ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുതേ. എല്ലാവരും എൻ്റെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.